കായാണ് കേട്ടോ തോരൻ വെക്കുന്നത്. ചെറിയ കായ, അത് സവോളയും ചെറിയ വെളുത്തുള്ളിയും കൂടി ഇടിച്ചിടണേ, അത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കരിയാപ്പില, സവോള, പച്ചമുളകും മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അത് നല്ലതായിട്ട് തോരൻ വെക്കണം. നല്ല രുചിയായിരിക്കും കേട്ടോ. പിന്നെ അതിന് ചേരുന്ന തേങ്ങയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് ഒത്തിരി വെളുത്തുള്ളി ആകരുത് കേട്ടോ. കായ്ക്ക് വെളുത്തുള്ളിയുടെ ചുവയൊന്നും മുന്നിൽ നിൽക്കരുത്. അതുപോലെ തോരന് രുചി കൂടും കേട്ടോ വെളുത്തുള്ളി ഇട്ടാൽ. നമ്മൾ ചെയ്ത് നോക്കും. ഞാനിത് അത്യാവശ്യത്തിന് അതിന് കായ്ക്ക് തോരന് ആവശ്യമുള്ള നമുക്കറിയാമല്ലോ, ഒത്തിരി മനക്കണക്കല്ലേ. തോരന് ആവശ്യമായ മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടിച്ചേക്കണം. ഇങ്ങനെ കഴുകി കുക്കറിലേക്ക് എടുക്കാവേ. കുറച്ച് നേരം വെള്ളത്തിലിടട്ടോ. കഞ്ഞിവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കഴുകിയാൽ അതിൻ്റെ കറിയൊക്കെ പോയാൽ പിന്നെ ഒരു ഇത് കറിയൊന്നും തോരൻ വെച്ച് കഴിയുമ്പോൾ കറിയൊന്നും ചവയ്ക്കില്ല. കൂട്ടെടുത്തില്ലേ, കായുടെ കൂട്ടെടുത്തില്ലേ, അതെല്ലാം കൂടി കേട്ടോ ഇത്. ഇനി എല്ലാം കൂടി യോജിപ്പിച്ച് ഇളക്കണേ, വെള്ളം ഒഴിക്കാതെ തന്നെ ഇളക്കണം കേട്ടോ. പിന്നെ കേട്ടോ ഞാൻ പറഞ്ഞ തോരനായി ഞാൻ കടുക് പൊട്ടിച്ചു കേട്ടോ. അതിൻ്റെ ഈർപ്പുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടിയാൽ ഈർപ്പുണ്ടാവും, അതൊന്ന് പോകാനും ഇച്ചിരി നേരം കേട്ടോ. വേഗം ഈർപ്പൊക്കെ മാറിക്കോളും. ഈർപ്പത്തോട്